SDPIയുമായി UDF ഒരു സഹകരണവുമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. RSSുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും ചർച്ച നടത്തുന്നത് CPIM ആണെന്നും VD സതീശൻ വിമർശിച്ചു. ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ആർക്കും വോട്ട് ചെയ്യാമെന്നും ആരോടും സംസാരിച്ചിട്ടല്ല പിന്തുണ നൽകിയതെന്നും KC വേണുഗോപാൽ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ദേശദ്രോഹ സംഘടനയുമായി കോൺഗ്രസ് കൂട്ടുപിടിക്കുകയാണെന്ന് K സുരേന്ദ്രൻ ആരോപിച്ചു. ഞങ്ങൾ അവരുമായിട്ട് ഒരു ധാരണയും ഇല്ല. ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ അവരുടെ പിന്തുണയെ ആവശ്യപ്പെട്ടിട്ടില്ല. ഈ 6 തെരഞ്ഞെടുപ്പിലും ജമാഅത്തെ ഇസ്ലാമി പിന്നീടുണ്ടായ ഇടക്കാലത്തുണ്ടായ വെൽഫെയർ പാർട്ടി എനിക്കെതിരെയാണ്. ഈ 6 തെരഞ്ഞെടുപ്പിലും അവർ പിന്തുണ കൊടുത്തത് LDFനാണ്, CPMനാണ്. പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ജമാഅത്തെ ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പോയിട്ട് അമീറിനെ കണ്ടിട്ടുണ്ട്. തീവ്രവാദ നിലപാടുള്ള ഒരു കക്ഷികളുമായും ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. അവരുമായിട്ട് ഒരു ചർച്ചയും ഞങ്ങൾ നടത്തില്ല. CPM ആണ് RSS ആയിട്ട് ചർച്ച നടത്തും. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇന്ന് വരെ ആരുടെയും വോട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഇതൊക്കെ വ്യക്തികളാണ് വോട്ട് ചെയ്തത്, പാർട്ടിയല്ല വോട്ട് ചെയ്തത്. വ്യക്തികളാണ് വോട്ട് ചെയ്തത്. ആ വ്യക്തികൾക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും. ഇക്കാര്യത്തിൽ കോൺഗ്രസോ UDF അത്തരമൊരു സഹായം അഭ്യർത്ഥിച്ചിട്ടല്ല അവർ സഹായം പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ ലൈൻ വളരെ ക്ലിയറാണ്. രാഷ്ട്രീയത്തിൽ മതേതരത്വം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. ഏതു സംഘടനകളായാലും തീവ്രമായ വികാരങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അതാണ് നിലപാട്. ഞങ്ങളുടെ അങ്ങനെ ഒരു സഹായം ആവശ്യപ്പെട്ടിട്ടില്ല. ഇലക്ഷനിൽ ഇൻഡിവിജ്വലായിട്ട് ആരെങ്കിലും വോട്ട് ചെയ്യുന്നത് അത് അവരുടെ കാര്യമാണ്. ഓരോ സ്ഥാനാർത്ഥിക്കും വോട്ട്, സ്ഥാനാർത്ഥികളെന്ന നിലയിൽ എല്ലാവരുടെയും വോട്ട് ആവശ്യമുണ്ടാകും. ആ വോട്ട് വാങ്ങിക്കും. പക്ഷേ ഒരു ഐഡിയോളജിയോട് ഒന്ന് ചന്തി ചെയ്യുക, ചർച്ച ചെയ്യുക, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടേ ഇല്ല. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഏത് രാജ്യദ്രോഹികളുമായിട്ടും കോൺഗ്രസ് കൂട്ടുകൂടുകയാണ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ പാർട്ടി പരസ്യമായി രാഹുൽ ഗാന്ധിക്കും UDFനും പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പിന്തുണ വന്ന ഉടനെ തന്നെ അത് വേണ്ട എന്ന് പറയാനുള്ള ആർജവമില്ലാതെ പോയത്. അടിയന്തരമായി വിശദീകരണം നൽകാൻ രാഹുൽ ഗാന്ധിയും UDF നേതാക്കളും തയ്യാറാവണമെന്നാണ് BJPക്ക് പറയാനുള്ളത്. ശ്രീജിത്താണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, ഇന്നലെയാണ് SDPI പരസ്യമായ പിന്തുണ UDFന് പ്രഖ്യാപിച്ചത്, കോൺഗ്രസിന് പ്രഖ്യാപിച്ചത്. കോൺഗ്രസ് ഈ സഹകരണം നിരസിച്ചാലും UDFന് വോട്ട് ചെയ്യും എന്നുള്ള പ്രഖ്യാപനമാണ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നടത്തുകയും ചെയ്തിരുന്നത്. എന്തായാലും കരുതലോടെയുള്ള പ്രതികരണമായിരുന്നു ഇന്നലെ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഇപ്പോൾ BJP ഉൾപ്പെടെ പ്രതീക്ഷിച്ചിരുന്നത് പോലെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ പ്രതികരിക്കുന്നത്? മാത്രമല്ല, വോട്ട് വേണ്ട എന്ന് വെക്കാനും UDFന് സാധിക്കില്ല. ബിനിൽ സൂചിപ്പിച്ച പോലെ ഇന്നലെയാണ് SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി വാർത്താസമ്മേളനം നടത്തിക്കൊണ്ട് തങ്ങളുടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ പിന്തുണ UDFനാണെന്ന കാര്യം നിരുപാധികം പ്രഖ്യാപിച്ചത്. UDFന്റെ ഒപ്പം ചേർന്ന് മതേതര സഖ്യത്തിനെ ശക്തിപ്പെടുത്തുകയാണ്, ഫാസിസത്തിനെതിരെ പോരാടുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി പ്രഖ്യാപിച്ചത്. എന്നാൽ സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതൊരു വലിയ വിഷയമാക്കിയെടുക്കാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ BJP മുന്നോട്ട് വരുന്നു. തീവ്ര നിലപാട് പുലർത്തുന്ന കക്ഷികളുമായിട്ടുള്ള ഒരു ഇടപാടിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു അന്തർധാരയിലേക്ക് കോൺഗ്രസ് പോകുന്നു എന്നാണ്, അത് തെറ്റായ ഒരു സന്ദേശം നൽകുന്നുവെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും മറ്റും ആരോപിക്കുന്നത്. ഇത് കേരളത്തിൽ കോൺഗ്രസിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമായി വളരാൻ ഇടയുണ്ട്. കാരണം തീവ്ര നിലപാടിന്റെ പേരിൽ കേരളത്തിൽ ചില സംഭവങ്ങളിൽ പ്രതിസ്ഥാനത്ത് നിന്നിട്ടുള്ള സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ടും അതിന്റെ രാഷ്ട്രീയ പാർട്ടിയായ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPIയും. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഒരു എതിർവികാരം ശക്തിപ്പെടുമ്പോൾ കോൺഗ്രസ് തീവ്ര നിലപാടുള്ളവരുമായി കൈകോർത്ത് മതേതര നിലപാടിൽ വെള്ളം ചേർത്തു എന്ന ആക്ഷേപം അവർക്കെതിരെ ഉയരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നേതാക്കൾ തങ്ങൾ ചർച്ച നടത്തിയിട്ടില്ല, തങ്ങൾ തീവ്ര നിലപാടുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള അഭിപ്രായങ്ങൾ ആവർത്തിച്ച് പറയുന്നത്. എന്നാൽ വ്യക്തികളാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത്. വ്യക്തികൾക്ക് ആർക്കും വോട്ട് ചെയ്യാം, ആരുടെയും വോട്ട് സ്വീകരിക്കുമെന്ന് നേതാക്കൾ പറയുമ്പോൾ വോട്ട് സ്വീകരിക്കാൻ അവർ മാനസികമായി തയ്യാറെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്തരം ഒരു സഖ്യത്തിന്റെ സ്വഭാവത്തിലുള്ള പിന്തുണയെ അവർ സ്വാഗതം ചെയ്യുന്നു, പരോക്ഷമായിട്ടെങ്കിലും എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ തന്നെ വരും ദിവസങ്ങളിൽ ശക്തമാകാനാണ് സാധ്യത. തീർച്ചയായും ആരോപണങ്ങൾ ഉയരുമ്പോൾ കരുതലോടെ പ്രതിരോധിക്കാൻ തന്നെയാണ് UDFും കോൺഗ്രസും തീരുമാനിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീജിത്ത് ആലപ്പുഴയിൽ നിന്ന്.